അനുമോദ്, ഞാൻ തിരികെ എത്താം. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. എം കെ ഹരിദാസ് സാമൂഹ്യ പ്രവർത്തനം നമുക്ക് ചേരുന്നു. ശ്രീ എം കെ ഹരിദാസ്, ഇന്നലെ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ്. അപ്പോഴേക്കും ഈ മലപ്പുറത്തൊക്കെ NGO അസോസിയേഷനുകൾ പോലും അതിന്റെ ഭാരവാഹികളെ ഒന്നും കണ്ടുപിടിക്കാൻ പോലും വയ്യ, പലരും മുങ്ങിയിരിക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരു വലിയ വ്യാപ്തിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത് ഓരോ ജില്ലകളിലായ അന്വേഷണ സംഘത്തെ കൊണ്ടുവന്ന് ഇത് അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. ഇതിപ്പോ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൂടി ആനന്ദകുമാറിനെ കൂടി പ്രധാന പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് അറിയുന്നു. പക്ഷെ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് ചില പരിധികൾ ഉണ്ടാകുന്നില്ലേ ചോദ്യം ചെയ്യലിന്, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന്? അവിടെ അന്വേഷണം ഒരു പ്രതിസന്ധിയിലാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഈ ചാരിറ്റി എന്ന വാക്ക് ഇതിലേക്ക് കൂട്ടിക്കുഴച്ചിട്ട് ഈ അന്വേഷണത്തിന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു 1-2 ദിവസം ഈ ചാരിറ്റി എന്ന് കേട്ടിട്ട് പിന്നീട് ഒരു 4-5 ദിവസം അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ചാരിറ്റി എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആനന്ദകുമാറിനെ ഇതിന്റെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തിയിട്ട് ഇത് ചാരിറ്റിയുടെ പേരിലാണ് നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഈ അന്വേഷണം തീർച്ചയായിട്ടും വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ്. ഈ അന്വേഷണം എവിടെയും എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലെ ഇതിലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്നെത്തുന്നത് വലിയ വലിയ സ്രാവുകളിലാണ്. ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്ന 2-3 ആൾക്കാരെ ഒഴിച്ച് ബാക്കിയൊക്കെ നത്തോലികളാണ്. അപ്പൊ വലിയ വലിയ സ്രാവുകളിലേക്ക് ഈ അന്വേഷണത്തിന്റെ മുന നീണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുകളിൽ നിന്ന് ഈ അന്വേഷണത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളും 1954 ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ആനന്ദകുമാർ പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോ ഈ അപർണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുക, പരാതി നൽകിയവരുടെ 4 ഇരട്ടി പരാതി നൽകാത്തവരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തു വന്നിരിക്കുന്ന തുകയുടെ കണക്കുണ്ടല്ലോ, അത് മഹാമോശമായിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സത്യത്തിൽ അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വരാവുന്ന തോതിലുള്ള ഒരു ഫിഗറിന്റെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഭാഗികമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെതിരെ പരാതി കൊടുക്കണം? കാരണം നേരിട്ടിട്ട് അല്ല, ശ്രീ എം കെ ഹരിദാസ്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾക്ക്, അതായത് NGO തൊട്ട് ഓൺലൈൻ വരെ ഇതെല്ലാം ഒരു കൃത്യമായ ഒരു മാനദണ്ഡം കൊണ്ടുവന്നാൽ പോരെ? 10 പൈസ കിട്ടുന്നത് എന്തിനാണ് മുടക്കുന്നതെന്ന് ഈ ചോദിക്കുന്ന നാട്ടുകാരല്ലേ പ്രശ്നം ഇതിനകത്ത്? ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് എന്ന് പറയുന്നതിലേക്ക് ഒരു പുതുതായിട്ട് ഒരു നിയമവും കൊണ്ടുവരണ്ട. പ്രോപ്പർ ചാനൽ എന്ന് പറയുന്ന ഞാൻ പ്രസിഡന്റായിട്ടുള്ള സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. കേരളത്തിലെ ഇവിടുത്തെ ക്ലബ്ബുകൾ, വലിയ വലിയ മുതലാളിമാരുടെ ക്ലബ്ബുകൾ വരെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ മദ്യത്തിന്റെ കച്ചവടമൊക്കെ ഈ ക്ലബ്ബുകൾ വഴി ചെയ്യുന്നത്. അപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കുള്ള ഒരു പുകമറയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഇത്തരം ക്ലബ്ബുകൾക്ക് ആ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു ലൈസൻസ് കൊടുക്കാനോ അവിടെ ബാർ നടത്താനോ പാടില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. അപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിലെ അപർണ പറഞ്ഞമാതിരി പുതുതായിട്ടൊന്നും എഴുതപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ഉണ്ടായിരുന്ന നിയമപ്രകാരം ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താനുള്ള ഒരു വകുപ്പും അത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയ്ക്കുമില്ല. കാരണം എന്റെ അടുത്ത് അതിന്റെ ബയലോ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ബയലോ എന്റെ കയ്യിലുണ്ട്. കാരണം ഞാനൊരു സംഘടനയുടെ പ്രസിഡന്റാണ്. അപ്പൊ ആനന്ദകുമാറും അതുമാതിരി തന്നെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരൊക്കെ ഇതിന്റെ ഫ്രണ്ടിലുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ ഈ ആനന്ദകുമാറിന്റെ ഭാഗത്ത് അല്ല, ഇതിനകത്ത് റിട്ടയർഡ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു, അദ്ദേഹം ഇതിനകത്ത് ഇത് മാറിയതാണ് എന്ന് പറയുന്നു. ആനന്ദകുമാർ ഇത് പറയാൻ പോലും ഈ പ്രദേശത്ത് എവിടെയില്ല. അത് ആനന്ദകുമാർ ഈ ഇത്രയും വലിയ ഈ കുംഭകോണത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ആനന്ദകുമാറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബുദ്ധി കേന്ദ്രം ആനന്ദകുമാറും അതിന്റെ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അനന്തകൃഷ്ണൻ. പക്ഷെ ഈ ആനന്ദകുമാറിനും അനന്തകൃഷ്ണനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ആ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയിട്ട് ചരട് വലിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേര് പുറത്തേക്ക് വന്നാലേ ഈ മഞ്ഞുമല കൃത്യമായിട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താം. അതായത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോൾ ഈ പോലീസ് അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികളുടെ പേര് തന്നെ വരുമോ എന്നറിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പോലീസിന്റെ പേരുകൾ. അപ്പൊ ഇത്തരം പേരുകളൊക്കെ വരാതെയുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക എന്നുകൂടി പേടിക്കേണ്ടതായിരിക്കുന്നു ഈ സമയത്ത്, അല്ലെ? തീർച്ചയായിട്ടും. എന്തത്ര സംശയമുള്ളത്? ഞാൻ പറഞ്ഞില്ലേ,
കൃത്യമായിട്ടുള്ള അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് രാഷ്ട്രീയക്കാരിലും പോലീസ് ഉദ്യോഗസ്ഥരിലും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ നിന്ന് ഒരു പ്രസ്സിംഗ് വരും. ഈ അന്വേഷണം തൽക്കാലം ഇത്രയൊക്കെ മതി എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ആയാലും SIT ആയാലും കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ അന്വേഷണം ഭാഗികമായി നടന്നുകൊണ്ട് ഒരുപാട് പേരുടെ പൈസ, ഈ പാവം തന്നെ ഞാൻ ചർച്ചയിൽ പറഞ്ഞില്ലേ, തുന്നത്തൊഴിലാളികൾ കോഴിമുട്ട വിറ്റിട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ, കുട്ടിയുടെ വള ഊരി വിറ്റിട്ടുള്ള പൈസ, അത്തരക്കാർക്ക് ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയെങ്കിലും സംസ്ഥാന സർക്കാർ എടുക്കണമെന്നാണ്. കാരണം കുറച്ച് പൈസ ഇവന്റെ സീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലുള്ള പൈസ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് പാവങ്ങൾക്ക് കുറേശെങ്കിലും. അപ്പോഴും 21 അക്കൗണ്ടുകൾ, ഇത് ഏറ്റവും പുതിയ വിവരം, 21 അക്കൗണ്ടുകൾ ഈ അനന്തകൃഷ്ണന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. 21 അക്കൗണ്ടുകൾ ഒരാളുടെ പേരിൽ ഉണ്ടാവുമ്പോൾ ഇതിൽ ബാക്കി സ്വാഭാവികമായിട്ട് അതെങ്ങനെയാണ് സാധിക്കുക? ഇതിൽ ചില പ്രോട്ടോകോളില്ലേ, ഇതിൽ ചില ചോദ്യങ്ങൾ വരുന്നില്ലേ? ഇതൊന്നും ഈ നാട്ടിലല്ലേ നടക്കുന്നത് എന്നുള്ള സംശയം വരില്ലേ? സാധാരണക്കാർക്ക് എങ്ങനെയാണ് 21 അക്കൗണ്ടുകൾ ഡീൽ ചെയ്യാൻ സാധിക്കുക? അതിനുള്ള ഉത്തരം പറയുമ്പോഴല്ലേ 2 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ഇടുക്കി ജില്ലാ CPM-ന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അപർണ അറിഞ്ഞില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിന് അനുകൂലമായിട്ട് 21 അല്ല 40 സാധാരണക്കാരന് ഒരു അക്കൗണ്ട് ചേരാൻ പോയി കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളിലൂടെ ബാങ്കിൽ നിന്ന് മടക്കി അയക്കുമ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്ക് ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കിലായാലും നാഷണലൈസ്ഡ് ബാങ്കിലായാലും ഷെഡ്യൂൾഡ് ബാങ്കിലായാലും അക്കൗണ്ട് തുടങ്ങാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ബാങ്കുകൾക്ക് ഇതിൽ പങ്കുണ്ടോ? ഇതേതെല്ലാം ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉള്ളത്, ഇതെങ്ങനെ അക്കൗണ്ടുകൾ തുടങ്ങി, ഇതടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിലൊക്കെ വരണം അല്ലേ? വരണം, തീർച്ചയായിട്ടും. ഇതിൽ ഒരുപാട് കാര്യങ്ങള് ഇതിലിപ്പോ ED വരും എന്ന് 2 ദിവസമായിട്ട് പറയുന്നത് കേൾക്കാനുണ്ട്. ED വന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് CPM-നെതിരായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളൊക്കെ പുറത്തു വരണമെങ്കിൽ ED വന്നിട്ട് ഈ അന്വേഷണത്തിൽ കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 21 ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇത്രയും വഴി ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള 500 കോടിക്ക് പുറമെ. പക്ഷേ ശ്രീ MK ഹരിദാസ്, CPM മാത്രമല്ല BJP-യുടെയും കൈ ക്ലീൻ ഒന്നും അല്ല ഇതിനകത്ത്. ഇന്നലെ അപർണയുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ CPM-നെക്കാട്ടിലും കോൺഗ്രസിനെക്കാട്ടിലും ഇതിൽ വലിയ പങ്ക് പറ്റിയിരിക്കുന്നത് AN രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഈ സൈറ്റ് എന്ന് പറയുന്ന സംഘടനയെ മറയാക്കിക്കൊണ്ട് നടന്നിട്ടുള്ള തട്ടിപ്പ് തന്നെയാണിത്. അതിൽ BJP എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്തരം ഒരു തട്ടിപ്പിലൂടെ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കേണ്ടി വന്നത് അപഹാസ്യമാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ശ്രീ MK ഹരിദാസ് ആണ് പ്രതികരിച്ചത്. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. 21 അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് ഈ നാട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുക, ഡീൽ ചെയ്യാൻ കഴിയുക? അപ്പോൾ ഏതെല്ലാം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടോ, ഇത് ആര് പെർമിഷൻ കൊടുത്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. CPM-ന് ഇലക്ഷൻ ഫണ്ടിലേക്ക് പണം നൽകിയെന്ന് CV വർഗീസ് തന്നെ പറഞ്ഞ സാഹചര്യം. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് ഇത് മതിയാകും, എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്നുള്ളൊരു വിശ്വാസം ഒരു വശത്തുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണോ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്? എന്ത് തരം സൂചനകളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അവനെ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ ഈ കാര്യങ്ങളെ കാണണമെന്നാണ് തോന്നുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഒരു വ്യക്തി പണം നൽകുമ്പോൾ ആ വ്യക്തിക്ക് ആ പണം നൽകാനുള്ള സോഴ്സ് എന്താണെന്ന് കൃത്യമായി ചകഞ്ഞ് നോക്കിയിട്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും പണം കൈപ്പറ്റുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക എന്നതിനപ്പുറത്തേക്ക് ഇതിലെ യഥാർത്ഥ തട്ടിപ്പിന്റെ കാരണം, അതായത് ഈ തട്ടിപ്പിന് പിന്നിലുള്ള കണ്ണികൾ ആരൊക്കെയാണ്, അതിലാണ് എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും പ്രധാനമായി മാറാൻ പോകുന്നത്. അനന്തകൃഷ്ണൻ ഇതിനോടകം അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് NGO കോൺഫെഡറേഷന്റെ തലപ്പത്തുണ്ടായിരുന്ന സായിഗ്രാമം ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ KN ആനന്ദകുമാറിന് ഓരോ മാസവും 10 ലക്ഷം രൂപ നൽകിയിരുന്നുവെന്ന് പറയുമ്പോൾ എന്താണ്, അതായത് 10 ലക്ഷം രൂപ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 1 കോടിയിലധികം രൂപ ഈ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് ഈ അനന്തകൃഷ്ണൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ അനന്തകുമാറിന് കൃത്യമായ അറിവുണ്ടായിരുന്നു ഈ തട്ടിപ്പിനെ കുറിച്ചെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പിന്നീട് അങ്ങോട്ട് പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്താൻ അനന്തകുമാർ തയ്യാറായിട്ടില്ല. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ടിരുന്ന ആളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് സജീവമായി തന്നെ മുഖ്യധാരയിൽ സാമൂഹ്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ട്രസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുമ്പോഴും എന്താണ് ഇതിലെ വസ്തുത,
എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അനന്തകുമാർ തയ്യാറാകാത്തതാണ്. അദ്ദേഹം പ്രതികരണങ്ങൾക്ക് വിസമ്മതം അറിയിക്കുന്നതാണ് ഇവിടെ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. അവിടെയാണ് ഏത് പ്രമുഖരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, കള്ളപ്പണം വെളുപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ PMLA ആക്ടുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഒഫൻസ് വിങ്ങിന്റെ അന്വേഷണ പരിധിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തട്ടിപ്പായി ഇത് മാറില്ല. അവിടെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കേണ്ട സാഹചര്യം വരും. അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സ്വാഭാവികമായി നിരീക്ഷിക്കുക എന്നത് അത് അവരുടെ കൃത്യമായ ഒരു നടപടിയുടെ റൊട്ടീൻ പ്രൊസീജിയറിന്റെ ഭാഗം മാത്രമാണ്.